തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്തപർവം ഊരിലെ സതീഷും അംബികയുമാണ് മരിച്ചത്. വിവരങ്ങളുമായി ഡാനി പോൾ. ഡാനി, ഇത് 2 ദിവസത്തിനിടെ ഇന്നലെ ഒരു മരണത്തിന്റെ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 പേരുടെ കൂടി മരണ വാർത്ത വരുന്നത്. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്? ശ്രീജ, തുടർച്ചയായി ഈ അടുത്ത ദിവസങ്ങളിലെ തുടർച്ചയായി 3ാമത്തെ മരണമാണ് ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ അതിരപ്പള്ളിയിലെ ഈ ടൂറിസ്റ്റ് സ്പോട്ടിനൊക്കെ സമീപം, അവിടെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന് സമീപമായിട്ട് അവിടെ കുടിൽ കെട്ടി വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിലുള്ളവരാണ് 2 പേര്, അംബികയും സതീശൻ എന്ന് പറയുന്നവർ 2 പേരും. കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനക്കൂട്ടത്തെ കണ്ട ഇവർ ഭയന്ന് ഓടിയിരുന്നു. ആ ഭാഗത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. ഇതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഇവരെക്കുറിച്ച് കാര്യമായ വിവരം ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഇവർ പുഴയിൽ മരിച്ച് കിടക്കുന്ന നിലയിൽ അവരെ കണ്ടെത്തിയത്. കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് ഇവർ 2 പേരും തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2 പേരും മൃതദേഹം ഇപ്പോൾ പ്രാഥമികമായ നടപടികൾക്ക് ശേഷം മാറ്റിയിട്ടുണ്ട്. വനവിഭവങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അങ്ങനെ ആ മേഖലയിൽപ്പെട്ട ആദിവാസികളിൽപ്പെട്ട പലരും തന്നെയും ഈ മേഖലയിലെല്ലാം തന്നെ എങ്ങനെ ചെറിയ മാടങ്ങൾ കെട്ടി, കുടിലുകൾ കെട്ടി എല്ലാം തന്നെ കാടിനോട് ചേർന്നെല്ലാം തന്നെ താമസിക്കുന്നുണ്ട്. പലപ്പോഴും ഇവർ തന്നെയാണ് ഇതിന് ഇരയാകുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സെബാസ്റ്റ്യൻ, 20കാരനായ സെബാസ്റ്റ്യൻ മരിച്ചത് ഇത് തന്നെയാണ്. ആദിവാസി അടിച്ചിൽ ഉന്നതി പ്രദേശത്ത്, ആ കോളനി സ്വദേശിയാണ്. ഇവരും ഉന്നതി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. പിന്നീട് ഈ വനവിഭവങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെ ഇപ്പോൾ പറയുന്ന ഈ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ഇടങ്ങളിലേക്ക് കുടിൽ കെട്ടി താൽക്കാലികമായിട്ട് മാറിയിട്ടുള്ളത്. ഇവരാണ് ഇന്നലെ കാട്ടാനക്കൂട്ടത്തിൻ്റെ മുന്നിൽപ്പെടുന്നതും ആക്രമണത്തിന് ഇരയാകുന്നതും. ഇന്ന് രാവിലെ നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിൽ നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ് കാട്ടാനക്കൂട്ടം നിരവധിയായി ഇറങ്ങുന്നത്. അത് എല്ലാം തന്നെ ഈ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക്, ജനവാസ കേന്ദ്രങ്ങളിലേക്കെല്ലാം അധികമായി തന്നെ ഇറങ്ങുന്നുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ഇവരെ തടയുന്നതിനൊന്നും തന്നെ സാധിക്കുന്നില്ല എന്ന പരാതിയും എല്ലാം തന്നെ വ്യാപകമായി നിൽക്കെ തന്നെയാണ് ഇപ്പോൾ 2 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തയിടെ തുടർച്ചയായി ആദിവാസി മേഖലയിൽ, പ്രത്യേകിച്ച് ഈ അതിരപ്പള്ളി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പതിവാകുകയാണ്. ഇതിൽ ഈ സെബാസ്റ്റ്യൻ കൊല്ലപ്പെടുന്നതിന് 1 ദിവസം മുൻപ് മറ്റൊരാൾ കൂടി ഇവിടെ കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിന് ഇരയായിരുന്നു. ജിമ്മി എന്നു പേരുള്ള ഒരാൾ. അത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റയാൾക്ക് നല്ല രീതിയിൽ ശാരീരിക ക്ഷതമേൽക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ സെബാസ്റ്റ്യനും സുഹൃത്തുക്കളും വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന അപകടമുണ്ടാകുന്നത്. അതിൽ സെബാസ്റ്റ്യനാണ് കാട്ടാനക്കൂട്ടത്തിൻ്റെ മുന്നിൽപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ 2 പേരുടെ കൂടി മരണം റിപ്പോർട്ട് ചെയ്യുന്നു. തീർത്തും ദുഷ്കരമായ ഒരു സാഹചര്യം തന്നെയാണ് അതിരപ്പള്ളിയുടെ വനമേഖലയിൽ നിലനിൽക്കുന്നത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനാക്രമണത്തിൽ 2 പേരാണ് മരിച്ചത്. അംബിക, സതീഷ് എന്നിവരാണ് മരിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ശാസ്തംഭൂവം ഉന്നതിയിലെ താമസക്കാരാണിവർ. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയതായിരുന്നു. 4 അംഗ സംഘം കാട്ടിലേക്ക് പോയി. അവിടെ വിശ്രമിക്കുന്നതിനിടെ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് വിഷുവിന്റെ തലേന്ന് രാത്രിയും അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. അടിച്ചിൽ തൊട്ടി മേഖലയിലെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അന്ന് കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. സെബാസ്റ്റ്യനും തേൻ ശേഖരിച്ച് തിരിച്ചു വരുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അങ്ങനെ അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണവും കാട്ടാന ചവിട്ടി മനുഷ്യർ മരിക്കുന്നതുമൊക്കെ ഇപ്പോൾ തുടർക്കഥയാവുകയാണ്. ഡാനി, ഈ തേനെടുക്കുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് സ്വാഭാവികമായും ഇവരുടെ ഏക വരുമാന മാർഗം ഇതാണ്. ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അവർക്ക് കാട്ടിലേക്ക് പോകാതിരിക്കാനോ ഇത് എടുക്കാതിരിക്കാനോ പറ്റുകയുമില്ല. ഇത് ഇങ്ങനൊരു തുടരെ അക്രമങ്ങൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് വനം വകുപ്പൊക്കെ പറയുന്നത്?
ശ്രീജ, ഇതിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് അതിരപ്പള്ളി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ ആ സമയത്ത് നമുക്കറിയാം. കാരണം നേരത്തെ ആ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കുന്നതിന് വേണ്ടി അന്ന് ഒരു ദൗത്യം നടന്നിരുന്ന സമയത്ത് കൂടുതൽ സമയം നമ്മളവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അവിടെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് ഇവരുടെ ഒരു വിഹാര കേന്ദ്രമെന്നെല്ലാം പറയാവുന്നതാണ്. ഏത് സമയത്തും അവിടെ ആനയെ പ്രതീക്ഷിക്കാവുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ അവിടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു പദ്ധതിയൊന്നും തന്നെ വനംവകുപ്പിനില്ല എന്ന് തന്നെ പറയാം. കാരണം ഇത് കൂട്ടത്തോടെ ഇറങ്ങി വരുന്ന കേന്ദ്രങ്ങളായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ ഒരു കേന്ദ്രമായി മാറുന്ന ആ പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയാണ്. അവിടെ നിന്ന് ഈ പന അതിൻ്റെ ഇഷ്ടവിഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ പറയുന്നത് ജനവാസ മേഖലകളിലേക്ക് ഇപ്പോൾ കൂടുതൽ ഇറങ്ങി വരാനുള്ള ഒരു സാഹചര്യം എല്ലാം തന്നെ നിൽക്കുന്നത് അവർക്ക് ഈ ചക്ക കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ചില കാരണങ്ങളായിട്ട് അവർ അത് പറയുന്നതാണ്. ഇതെല്ലാം തന്നെ കൂട്ടത്തോടെ എത്തുന്നു, പലയിടങ്ങളിലേക്കും അന്വേഷിച്ചെല്ലാം തന്നെ എത്തുന്നു. പക്ഷേ ഇത് ആദിവാസി മേഖലകളിലേക്കെല്ലാം ധാരാളമായിട്ട് ഇപ്പോൾ എത്തുന്നു. ജനവാസ കേന്ദ്രങ്ങളിലേക്കെല്ലാം കൂടുതലായിട്ട് ഇറങ്ങി വരുന്നു. സ്വാഭാവികമായും തന്നെയും ഇതിനെ നിയന്ത്രിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടി വരുന്നുണ്ട്. അതായത് വൈദ്യുതി വേലി അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് എല്ലാവരും തന്നെ ഉയർത്തി കാണിക്കുന്നത്. പക്ഷേ ഇത് മുഴുവനായിട്ടും അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതല്ല എന്ന് വനംവകുപ്പ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു 20-കാരന്റെ മരണം കേട്ടു. ഇന്നിപ്പോ 2 പേരെ കൂടി കാട്ടാന ചവിട്ടിക്കൊന്നു എന്നാണ് അറിയുന്നത്. അങ്ങേക്ക് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? ഹലോ, കേൾക്കാമോ മിനിസ്റ്റർ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മിനിസ്റ്റർക്ക് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസമാണ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ 2 ദിവസമായി വനത്തിനകത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണം മൂലം 3 മരണങ്ങളാണ് ഉണ്ടായതെന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരം. ഇതിൽ ഒരാൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണെങ്കിൽ മറ്റ് 2 പേർ ഇന്നലെ രാത്രിയോ ഇന്ന് പുലർച്ചെയാണ് അത്തരം അക്രമത്തിന് വിധേയമായി കൊല്ലപ്പെട്ടത്. അത് സാധാരണ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വന്യജീവികൾ നാട്ടിൻ പുറത്തിറങ്ങി വന്ന് ജനവാസ മേഖലയിൽ വന്ന് ജനങ്ങളെ കൊല്ലുകയും കൃഷി നശിപ്പിക്കുന്ന സംഭവമാണെങ്കിൽ ഇതൊരു പുതിയ ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങി കാണുന്നത്. ഒരു തരത്തിലായാലും വന്യജീവികളെ കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ആദിവാസി കുടുംബങ്ങളുടെ നേരെ ഉണ്ടാകുന്ന ഇത്തരം അക്രമങ്ങളെ ലഘുവായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ അടിയന്തര റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകണമെന്നും CCF-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഗൗരവത്തിൽ കാണേണ്ട ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയായിരുന്നു, ജിമ്മി എന്ന് പറഞ്ഞ ആള്. എന്താണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് നിങ്ങൾക്കെല്ലാം അറിയേണ്ടത് നാട്ടിൽ വരുന്നു, അതിനെ നടപടി സ്വീകരിക്കണമായിരുന്നല്ലോ. അതെ, ഇപ്പൊ ഈ തേനെടുക്കുന്ന കാലമാണല്ലോ. അതിന് നമ്മൾ ലഘുവായിട്ട് കാണാൻ പറ്റില്ല, അതിനെ ഗൗരവത്തിൽ തന്നെ കാണാം. കാരണം ജീവനാണ്, അത് പുറത്തായാലും ജീവനാണല്ലോ. ഇപ്പൊ ഈ കാടിനകത്താവുമ്പോൾ നമുക്ക് ഇടപെടുന്നതിനൊരു ബുദ്ധിമുട്ടൊക്കെ പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഒരു പുതിയ സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ കൂടുതൽ വിവരം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും അതും ഗൗരവത്തിൽ തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. ശരി മിനിസ്റ്റർ, എന്തായാലും ശബ്ദത്തിലൊരു വ്യക്തത കുറവുണ്ട്, അതുകൊണ്ടാണ്. ഉടനടി അടിയന്തരമായി CCF-നോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അടിയന്തരമായി തന്നെ വളരെ ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നു. ഉടനടി ഈ വിഷയത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക, ആ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നാണിപ്പോൾ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. വനവിഭവം ശേഖരിക്കാൻ വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഇവർ. അവിടെ 4 പേരുണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ കാട്ടാന വന്നപ്പോൾ ചെതറിയോടി അതിൽ ഇവർ 2 പേർ ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുപോലെ തേൻ ശേഖരിച്ച് മടങ്ങി വരികയായിരുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു കുട്ടി ആനയുടെ ചവിട്ടേറ്റ് മരിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ 2 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥ വളരെ ഗൗരവത്തോടെ കാണുന്നു എന്ന് തന്നെയാണ് വനമന്ത്രിയും ഇപ്പോൾ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് വരെയുള്ള കാലം എടുത്തു നോക്കിയാൽ ഏതാണ്ട് 10 പേരാണ് ഈ കാട്ടാനയുടെ ചവിട്ട് ഏറ്റ് അതിരപ്പള്ളി മേഖലയിൽ മാത്രം 10 വർഷത്തിനിടെ 6 പേരാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് മാർച്ച് വരെ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 3 മരണങ്ങൾ കൂടി ഉണ്ടാവുന്നത്. അതായത്
10 വർഷത്തിനിടെ 13 പേർ ഈ മേഖലയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനിടെ 3 പേർ മരിക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ സമയം മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്നത് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ തേൻ ശേഖരിക്കുന്ന ഒരു സമയമാണ്. ആ തേൻ ശേഖരിക്കാനായി കാട്ടിലേക്ക് കയറുക, അതാണ് ഇവരുടെ ഏക ഉപജീവന മാർഗം. അതിനു വേണ്ടി പോയപ്പോഴാണ് ഇങ്ങനെ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് ചവിട്ടേറ്റ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്നതാണ് അതീവ ദുഃഖകരം. അവർ കാടിന്റെ മക്കളാണ്. അവർക്ക് കാട്ടിനകത്ത് തന്നെ ജീവിച്ചേ മതിയാവും. കാട്ടിനകത്തു നിന്നുള്ള ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയാണ് അവരുടെ ഉപജീവന മാർഗം. ഡാനി, ഇപ്പോൾ ഒരു കണക്ക് പെട്ടെന്ന് കാണുകയായിരുന്നു. 10 വർഷത്തിനിടെ മാർച്ച് വരെ കൊല്ലപ്പെട്ടത് 6 പേര്, ഇപ്പോൾ 3 പേര് കൂടി, അങ്ങനെ 9 പേർ ഒരു മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണ തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വനമേഖലയ്ക്ക് പുറത്താണോ, വന അതിർത്തിക്ക് അപ്പുറത്താണോ ഇപ്പുറത്താണോ. അതൊന്നുമല്ല. ഇത് ജീവിക്കാൻ വേറെ വഴിയില്ലാത്ത മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം നിസ്സഹായമാണ് ഈ അവസ്ഥ. ശ്രീജ, കൃത്യമായ നിരീക്ഷണമാണ്. കാരണം മറ്റൊന്നും ചെയ്യാനില്ലാത്തവരാണ്. അവരുടെ ഉപജീവന മാർഗം ഈ വനത്തിനകത്ത് കടന്ന്, അത് അംഗീകൃതവും അനുമതിയുള്ളതുമാണ്. വനത്തിനകത്ത് കടന്നുകൊണ്ട് വനവിഭവങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെ മറ്റൊന്നിലേക്കും അവർക്ക് എത്തിപ്പെടാൻ കഴിയില്ല. വേറൊന്നിലേക്കും മാറി ചിന്തിക്കാൻ കഴിയാത്ത ഒരു ജനതയാണ്, ഒരു ജനവിഭാഗമാണ്. അവർ ഈ രീതിയിലെല്ലാം തന്നെ അകപ്പെട്ടു പോകുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇത് ഈ മഞ്ഞക്കൊമ്പൻ എന്ന് പറയുന്ന, അത് നാട്ടുകാർ പ്രാദേശികമായി വിളിക്കുന്നതാണ്. കാരണം നമുക്കറിയാം, അതിരപ്പള്ളിയിൽ അന്ന് റിപ്പോർട്ടിനെല്ലാം പോകുമ്പോൾ തന്നെ അവിടെ ഏഴാറ്റുമുഖം ഗണപതിയെ കണ്ടത്. ഈ പേരുകളെല്ലാം നാട്ടുകാർ അവർ സുപരിചിതമായത് ഏതാണ്ട് ആ രീതിയിൽ കാണുന്നത് കൊണ്ടാണ് അവരത്തരം പേരുകൾ നൽകുന്നത്. ഇപ്പോൾ വരുന്നത് മഞ്ഞക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന പേരുകാരനാണ് ഇത് ഉണ്ടായിരുന്ന മതപ്പാട്ടിലായിരുന്നു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. ഏതായാലും അത് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. വനംവകുപ്പ് തന്നെ അതുകൂടി ഒന്ന് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നതാണ് അവിടെ എപ്പോഴും തന്നെ സംഭവിക്കും. അതോ ഈ ഇത്തരം ഒറ്റയാന് മുന്നിൽ ചെന്ന് പെട്ടതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ ശ്രീ കെ റിജേഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റിജേഷ്, ഇത് കാട്ടിനകത്താണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കറിയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. എന്തൊക്കെയാണ് താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഇവര് ഒരു സംഘമായി പോയതാണോ? എപ്പോഴാണ് ഈ അപകടം നടന്ന വിവരം നമ്മൾ പുറത്തേക്കൊക്കെ അറിയുന്നത്? നടക്കാൻ പറ്റില്ലേ? ഈ സാധനം എടുത്ത് റിജേഷ്, കേൾക്കാമോ? പറഞ്ഞോ, കേൾക്കാം. ഞാൻ ചോദിച്ചത്, ഇത് കാട്ടിനകത്ത് വെച്ച് സംഭവിച്ചതായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ കുറവാണ്. റിജേഷിന് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടിയത്? ഇവരൊരു സംഘമായി പോയതായിരുന്നു. ഒരു 6:30-7 മണിയോട് സമയത്ത് വൈകിട്ട് സമയത്താണ് തേനെടുക്കാൻ ട്രൈബ്സ് കാട്ടിലേക്ക് പോവുക. അതിന്റെ ഭാഗമായിട്ട് ഒരു 6:30-7 മണി ആയിട്ടുണ്ടാവും. ഒരു സ്ഥിരം പോകുന്നൊരു വഴിയാണ്. ഇവിടെ ഒരു അങ്ങോട്ട് കടത്തുണ്ട്. നമ്മുടെ അതിരപ്പള്ളിയിലൊരു പുഴേനെ ക്രോസ് ചെയ്യുന്ന കടത്തുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ടെന്റ് ചെയ്തിട്ട് അതിന് ശേഷം ഈ തേനെടുക്കാൻ വേണ്ടി പോണ സമയത്താണ് ആനക്കൂട്ടം വരികയും അരിയൊക്കെ ഉണ്ട്. അരിയൊക്കെ എടുക്കാൻ വേണ്ടി അരിയൊക്കെ അവിടെ ഷെഡൊക്കെ നശിപ്പിച്ച് ഇട്ടുണ്ട്. അപ്പൊ 2 പേര് അതിൽ നിന്ന് നീന്തി രക്ഷപ്പെട്ടു. ഒരാൾക്ക് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. ഒരാളെ ആന ആക്രമിച്ചിട്ടുണ്ട്. ഒരാള് വെള്ളത്തിലാണ് കിടക്കുന്നത്. സ്ത്രീയുടെ ശരീരം വെള്ളത്തിലായിരുന്നു. അപ്പൊ അത് ഒരുപക്ഷെ ആനനെ കണ്ട് പേടിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ചാടിയതായിരിക്കാം. ഒരാളെ ആന അടിച്ചിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹം വെള്ളത്തിലാണ് കണ്ടത് അല്ലേ? കണ്ടത്, അതെ. അത് ഈ അംബിക എന്ന് പറയുന്ന അവരുടെയാണോ? അംബിക. ഓ, അത് ശരി. മറ്റ് 2 പേരിൽ ഒരാളുടെ പരിക്ക് കുറച്ച് കാര്യമായി പരിക്കുണ്ട്. ആനയുടെ മുന്നിൽ പെട്ടിരുന്നോ അതോ ഓടുന്നതിനിടയിലാണോ പരിക്ക് പറ്റിയത്? അത് ഒരു പക്ഷെ അതാവാൻ ചിലപ്പോ ഒരു സൈഡിലെ ചതവുണ്ട്. കൈയുടെ ഒരു ഷോൾഡറിന്റെ താഴെയായിട്ട് ഇത്തിരി കനത്തിൽ പരിക്കുണ്ട്. ഒരു പക്ഷെ ചാടിയപ്പോ പുഴയാണല്ലോ, പാറമൊക്കെ ഇടിക്കാനും സാധ്യത കാണുന്നുണ്ട്. ആന ഒന്നും ആളെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർ ഓടിയെന്നാണ് പറയണത്. 2 പേര്. 2 പേരെയാണ് ആന തട്ടി. ഒരാളെ തട്ടിന്നാണ് പറയണേ വെള്ളത്തിലേക്ക്. ഇവര് സ്ഥിരമായിട്ട് പോകുന്നവര് തന്നെയല്ലേ റിജേഷ്? അതെ. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ക്രോസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. നമ്മുടെ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോകുന്ന നടപ്പാതയുടെ തൊട്ടടുത്താണ് ഈ സ്ഥലം. കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയതല്ല. ആന കൃഷിഭൂമിയിലേക്ക് വന്നിട്ടാണ് ഇന്നലെ ഉണ്ടായ വിഷയം. അതൊരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ പയ്യൻ, നമ്മുടെ ഒരു അനിയനെ പോലുള്ളൊരു പയ്യനാണ്. ആ പയ്യനാണ് ഇന്നലെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. അത് രാത്രി കൃഷിഭൂമിയിലേക്ക് കടന്ന് വീടിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഇന്നലെ ആ സംഭവം ഉണ്ടായത്. വന്യമൃഗം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതാ, ഇതിപ്പം ഇങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റും? ഈ തേനൊക്കെ എടുത്ത് തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് എന്ത് ചെയ്യും അല്ലേ? അങ്ങനെ ഒരു വലിയൊരു നിസ്സഹായാവസ്ഥയുണ്ട്.
അതെ അതെ അതെ. ഇപ്പൊ ഇത് ആനയുടെ എണ്ണം വർദ്ധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം. പിന്നെ ഉൾക്കാടുകൾക്കകത്തുള്ള അവരുടെ ഭക്ഷണത്തിന് ആവശ്യമായ ചെടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും സംവിധാനം ഉൾക്കാടുകൾക്കകത്തില്ല. അപ്പൊ ഉൾക്കാടുകൾക്കകത്തേക്ക് ഈ ആന തിരിച്ചു പോകണമെങ്കിൽ അവർക്കൊരു ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട അവസ്ഥ ഉൾക്കാടുകൾക്കകത്തുണ്ട്. അതിനെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പിന്നെ എണ്ണം വർദ്ധിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യം. ഒരു ആനയ്ക്ക് ഒരു 50 കിലോമീറ്ററെങ്കിലും ചുറ്റളവ് വേണമെന്നാണ് അതിന്റെ ഒരു കണക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അതിരപ്പള്ളി പഞ്ചായത്തിൽ 10-15 ആനയ്ക്ക് ഉള്ള വനം മാത്രമാണ് ഉള്ളത്. അപ്പൊ ചുറ്റളവിനനുസരിച്ചുള്ള ആന അത് സ്വാഭാവികമായിട്ട് നമ്മളൊന്നും ഇവിടെ വെറുതെ പഞ്ചായത്ത് പ്രസിഡന്റ് രീതിയിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അതൊക്കെ നിയമം ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ ഇടയിൽ സാധാരണ ഇവർക്ക് കാടിനെ പേടിയുള്ളവരല്ല, മൃഗങ്ങളെ പേടിയുള്ളവരല്ല. കാരണം അവർ ആ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി ജീവിക്കുന്ന മനുഷ്യന്മാർ കൂടിയാണല്ലോ. പക്ഷെ ഇതിങ്ങനെ തുടരെ ഈ ആക്രമണമൊക്കെ ഉണ്ടാവുമ്പോൾ അവരുടെ ഒരു ഉള്ളിൽ ഭയങ്കര ഒരു ഭയമൊക്കെ വരണില്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ സർക്കാരുകളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. എങ്ങനെ ഭൂമികൾക്ക് വന്നാൽ എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ, ഞാൻ കയറ്റം കയറണേ, മനസ്സിലായി, മറ്റു വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു മോക്ക് ഡ്രില്ലൊക്കെ നടത്തി ഇതിൽ നിന്ന് രക്ഷ നേടുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ള ട്രെയിനിങ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ വനശേഖരണമായിട്ട് വനശേഖരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കിത് സ്വാഭാവികമായിട്ട് ആന വരുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ട് ഇപ്പോൾ ആനയുടെ അളവ് കുറവാണ്. ഇപ്പൊ നിലവിൽ അങ്ങനെയല്ല. അപ്പോൾ 1-2 ആന വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാം, കൂട്ടത്തോടെ ആന വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാന്നുള്ള പ്രശ്നം അവരുള്ളുണ്ട്. ഇപ്പൊ ഇന്നലെ വന്നാണ് കൂട്ടത്തോടുള്ള ആനയാണ്. ചിതറി ഓടാൻ കഴിയുക. അതെ അതെ. അപ്പൊ ചിതറി ഓടാൻ കഴിയില്ലല്ലോ. ഓടി രക്ഷപ്പെടാന്ന് പറയുന്നത് സ്വാഭാവികം നടക്കില്ല പുഴയിലൊക്കെ ആവുമ്പോ. ഇനിയിപ്പോ ഈ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇത് അതിലെത്രത്തോളം ശാസ്ത്രീയത ഉണ്ടെന്ന് അറിയില്ല. ഈ ചക്ക ഉണ്ടാവുന്ന കാലമാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആനകൾ ഈ മണം പിടിച്ച് വരും എന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിൽ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്നലത്തെ വിഷയം ചക്കയാണ്. നമ്മ ഇന്നലെ സെബാസ്റ്റ്യൻ തൊട്ടി ഉന്നതി നടന്നത് ചക്ക. അവിടെ ഇഷ്ടംപോലെ പ്ലാവുണ്ട്. ആ പ്ലാവ് അതിനെ തിന്നാൻ വേണ്ടി വന്നപ്പോ ഉണ്ടായ സംഭവം. ഇതിപ്പോ പക്ക കാടാണല്ലോ, ഇതിനകത്ത് വേറെ പ്ലാവൊന്നുമില്ല. അത് ക്രോസ് ചെയ്യുമ്പോ, പുഴ ക്രോസ് ചെയ്യുമ്പോ ആണ് ആന വന്നേക്കണേ. അപ്പൊ ഈ അരിയുടെ ഒക്കെ മണം എടുത്തിട്ടുണ്ടാവും ഒരു പക്ഷെ, അല്ലേ? അതെ അതെ. അല്ല, ഇത് ആന വരുന്ന ഒരു പ്രധാനപ്പെട്ട ആന വരുന്ന സ്ഥലം തന്നെയാണോ? ഇങ്ങനെ ഒരു ഇത് നടന്നിട്ടുണ്ട് ഇവിടെ, ആന ആക്രമണം നടന്നിട്ടുണ്ട്. ഇവർക്കറിയാം ഇവിടെ ആനയുള്ള സ്ഥലം ഇവർക്കറിയാം. പക്ഷെ എന്തോ ഒരു ഇവരിങ്ങനെ കൂട്ടത്തോടെ വരുമോ അങ്ങനെയൊക്കെ ഒരു ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്. ശരി റിജേഷ്, ഇനിയും എന്തെങ്കിലും വിവരം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. കയറ്റം കയറായതുകൊണ്ടാണ് ഞാൻ ഇനി കൂടുതൽ സംസാരിപ്പിക്കാത്തത്. അതിരപ്പള്ളി പഞ്ചായത്ത് അംഗമാണ് കെ റിജേഷാണ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അതായത് 4 അംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കാട്ടാനകൾ ഈ പുഴ മുറിച്ചു കടക്കുന്നതിനിടെ കൂട്ടത്തോടെ എത്തുകയായിരുന്നു. ഇവരൊരു ടെന്റ് കെട്ടിയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ആ ടെന്റിനകത്ത് ഉള്ള അരിയും ഭക്ഷണ സാധനങ്ങളും എടുക്കാൻ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആനയെ കണ്ട് ഭയന്നോടി പരിക്ക് പറ്റിയിട്ടുണ്ട് ഒരാളെ ആന ആക്രമിച്ചിട്ടുണ്ട്. ഒരാളുടെ ദേഹത്തുള്ള പരിക്ക് ഓടുമ്പോൾ പറ്റിയതാണോ അല്ലയോ എന്നറിയില്ല. ഈ മരിച്ച സ്ത്രീ അംബികയുടെ മൃതദേഹം കണ്ടത് വെള്ളത്തിലാണ്. ആന വന്നപ്പോൾ ഭയന്ന് ഓടിയ സമയത്ത് വെള്ളത്തിൽ വീണ് മരിച്ചതാണോ എന്നും ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതൊക്കെ ഇനി കൂടുതൽ പരിശോധനയിലാണ് മനസ്സിലാവേണ്ടത്. എന്തായാലും ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഇത്രയുമാണ്. വളരെ കൃത്യമായ വിവരങ്ങളാണ് പഞ്ചായത്ത് അംഗമായ റിജേഷ് നൽകിയത്. ഡാനി തുടരുന്നുണ്ട്. ഡാനി, കുറച്ചുകൂടി കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർ തന്നെ നേരിട്ട് കാര്യങ്ങൾ പറയുന്നു. ഇന്നലെ വൈകിട്ട് ഒരു 6:30 ശേഷം സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴാണ് ആ നിസ്സഹായാവസ്ഥ കൂടുതൽ മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ റിജേഷ് പറയുന്നത് പോലെ ആനകൾ കൂട്ടത്തോടെ വന്നാൽ എന്ത് ചെയ്യും? ഇരുട്ടാണ്, എങ്ങോട്ടോടും? എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ ആ പരിക്കേറ്റ ആനയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ആ പുഴയും ആ കയറി വരുന്ന സ്ഥലവും ഒക്കെ ആണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞു കേട്ടിടത്തോളം നമ്മൾ ആ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു ഇത്. ഏതാണ്ട് ആ മേഖല തന്നെയാണ് ശ്രീജ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ മേഖലയിലാണ്. കാരണം ഈ ഇപ്പുറത്ത് ഈ പ്ലാന്റേഷൻ്റെ വക സ്ഥലങ്ങൾ കുറച്ച് നീങ്ങിയെല്ലാം തന്നെയുണ്ട്. അപ്പോൾ പതിവായിട്ട് പോകുന്ന ഈ ആനത്താരകൾ പലയിടത്തും തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് സ്ഥിരമായി ക്രോസ് ചെയ്ത് പോകുന്നതാണ്. അത്
ഒരുപക്ഷെ ആ കൃത്യമായ ആ ഇടങ്ങളിലേക്ക് പോകുന്നിടത്ത് തന്നെയായിരിക്കും ഇവർ അതിനു മുന്നിൽ അകപ്പെട്ടത്. പക്ഷേ കുറേ ഇത്തരം അപകടങ്ങളെല്ലാം തന്നെ അവിടെ പതിവാകുമ്പോൾ ഇനിയിപ്പോൾ കണക്കുകൾ നോക്കിയിരുന്നിട്ട് എന്ത് കാര്യമെന്നതാണ്. കാരണം ഇതിൻ്റെ നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങണം. കാടിനെ വളരെ നന്നായി അറിയാവുന്ന റിജക്ഷൻ അവരെല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉൾവനങ്ങൾക്കകത്ത ഇതിൻ്റെ ഒരു സ്വാഭാവികത രൂപപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കടക്കം പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണം തേടി സ്വാഭാവികമായി ഇവരെല്ലാം തന്നെ താഴേക്കിറങ്ങും. അതിനകത്ത് ഇനിയും ഇത്തരം ഈ അപകടങ്ങൾ ഒരുപക്ഷെ ആവർത്തിക്കപ്പെട്ടേക്കാം. അപ്പോൾ അതിനെ തടയിടാൻ കഴിയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട്. ഇത് ഒരിടത്ത് മാത്രമാകുന്നില്ല. നമ്മൾ കോതമംഗലത്തേക്കും എല്ലാം തന്നെ നീങ്ങുമ്പോൾ അവിടെ എല്ലാം തന്നെ നമ്മൾ കണ്ടതും ഇതെല്ലാം തന്നെയാണ്. ഒരു വൈദ്യുത വേലിക്ക് ഇവരെ എത്ര കണ്ട് തടുത്ത് നിർത്താൻ കഴിയുമോ എന്നതെല്ലാം തന്നെ ചോദ്യങ്ങളാണ്. ഏതായാലും ഈ അതിരപ്പള്ളിയിലേക്ക് ഈ പുലർക്കാലത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കൽ പലതവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയതുകൊണ്ട് അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം വളരെയധികം ഈ കാട്ടാൻ കൂട്ടത്തോടെ ഇറങ്ങും. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ നിശ്ചിത ഒരു സ്ഥലത്ത് അധിവസിക്കാൻ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ ഒതുങ്ങുന്നതൊന്നുമല്ല. ഇപ്പോൾ അത് വല്ലാതെ പെരുകിയിരിക്കുന്നുവെന്ന വനം വകുപ്പ് എല്ലാം തന്നെ അവരുടെ കണക്കുകൾ ഉള്ളത് വെച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവങ്ങൾ തന്നെയാണ്. ജാഗ്രത വളരെയധികം ആ മേഖലയിൽ പുലർത്തേണ്ട ഒരിടമായി എല്ലാം തന്നെ മാറിക്കഴിഞ്ഞു. മറ്റൊന്നിനും അവർക്ക് ഒരു ഉപജീവന മാർഗം ഇല്ലാത്തവർ തന്നെയാണ്. കാരണം ഇത് ഇപ്പോൾ ഉന്നതിയിലെ സെബാസ്റ്റ്യൻ്റെ കാര്യം അദ്ദേഹം പറയുകയാണ്. സെബാസ്റ്റ്യൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചക്ക തേടിയെത്തിയ കാട്ടുകൊമ്പൻ്റെ മുന്നിലാണ് അദ്ദേഹം ചെന്ന് പെട്ടത്. ഇതെല്ലാം ഭക്ഷണം തേടി താഴേക്ക് ഇറങ്ങുന്ന ഈ കോളനികളിലേക്കെല്ലാം തന്നെ ഇറങ്ങുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായി ഇപ്പോൾ ഇവർ കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെടുന്ന ഒരവസ്ഥയിലേക്കും തന്നെ എത്തിയിരിക്കുന്നു. എന്തായാലും ഇവിടെ കൃത്യമായി ജാഗ്രത പാലിക്കാൻ വളരെ അടിയന്തരമായിട്ട് തന്നെ ഇടപെടാൻ വനം വകുപ്പിന് കഴിയേണ്ടതുണ്ട്. സ്വതന്ത്ര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. തികച്ചും ഈ പരിസ്ഥിതി പ്രവർത്തകരെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ ഒരു മാസ്റ്റർ പ്ലാൻ അടക്കം ഉണ്ടാക്കേണ്ടത്. കാരണം എങ്ങനെ ഇതിൽ സ്വാഭാവികമായ ഏത് രീതിയിൽ പ്രതിരോധിക്കാമെന്നത് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഉൾവനങ്ങളിലടക്കം ഈ സ്വാഭാവികതകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത്തരം കടന്നുകയറ്റങ്ങൾ തന്നെ കൂടുതലായിരിക്കും. ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മൃതദേഹങ്ങൾ മാറ്റുവാനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ വനം മന്ത്രി പറഞ്ഞതുപോലെ അടിയന്തര റിപ്പോർട്ടടക്കം ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് വൈകാതെ തന്നെ ഉണ്ടായേക്കാം എന്ന് തന്നെയുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പിള്ളിയിൽ വനമേഖലയിലേക്ക് തേൻ ശേഖരിക്കാൻ, വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസി സംഘത്തിന് നേരെയാണ് കാട്ടാനക്കൂട്ടം വന്നത്. ഇവർ വിശ്രമിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഷെഡ്, അതിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കാട്ടാനകൾ എത്തിയെന്നാണ് കരുതുന്നത്. അങ്ങനെ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ അവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരാളെ കാട്ടാന ആക്രമിച്ചിട്ടുണ്ട്, മരിച്ച ഒരാളുടെ മൃതദേഹം പുഴയിലാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് ഭയന്നോടിയതാണോ എന്താണ് സംഭവിച്ചത് എന്നത് ഇതുവരെയും വ്യക്തമല്ല. സർക്കാർ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി തന്നെ ഇടപെടുമെന്നാണ് അല്പസമയം മുൻപ് മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മളോട് പറഞ്ഞത്. CCF-നോട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ CCF-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഞായറാഴ്ച രാത്രിയും സെബാസ്റ്റ്യൻ എന്ന 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അത് കുറച്ചുകൂടി ഇവർ താമസിക്കുന്ന മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങി വന്ന് ആക്രമിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഈ സംഭവിച്ചിട്ടുള്ളത് ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയപ്പോൾ താൽക്കാലികമായി വിശ്രമിക്കാൻ ഉണ്ടാക്കിയ ഷെഡിന് നേരെ കാട്ടാനക്കൂട്ടം അടുക്കുകയായിരുന്നു. നേരത്തെ ഈ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതനുസരിച്ച് ഇവർ 4 പേർ ആനയെ കണ്ട് ഭയന്ന് ഓടിയപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടെ ഈ മേഖലയിൽ ഈ ആനയുടെ ആക്രമണങ്ങൾ ഇങ്ങനെ കൂടി വരുന്നത് ഇവരുടെ ഒരു അഭിപ്രായത്തിൽ അത് ആനകളുടെ എണ്ണം കൂടുന്നതിനെ തുടർന്ന് തന്നെയാണ് എന്നാണ് ഈ പഞ്ചായത്ത് അംഗം അടക്കം പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് അതിരപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ നമുക്ക് പരിചിതമാണ്. അതന്ന് ഈ അതിരപ്പള്ളിയിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കാനായി വനംവകുപ്പ് സംഘമൊക്കെ ക്യാമ്പ് ചെയ്തിരുന്നൊരു ഭാഗമാണിത്. അവിടെ ഈ പുഴ മുറിച്ച് കടന്ന് ആന കടന്നു പോകുന്ന ഒരു ഭാഗമൊക്കെ അന്ന് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഈ പുഴ മുറിച്ച് കടന്ന് ആന വെള്ളം കുടിക്കാൻ വന്ന് തിരിച്ചു പോകുന്ന ഒരു ഭാഗം, ഈ ഭാഗത്തായിരിക്കണം ഇവരുണ്ടായിരുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് വനംവകുപ്പ് സംഘത്തെയൊക്കെ കാണാം, നാട്ടുകാരെ കാണാം.
4 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു വനവിഭവങ്ങൾ ശേഖരിക്കാനായി ഇന്നലെ വൈകിട്ട് പോയത്. അതിൽ 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഡാനി, ദൃശ്യങ്ങളിൽ നമുക്ക് ഈ വനം വകുപ്പ് സംഘത്തെയും അല്ലെങ്കിൽ നാട്ടുകാരെയും ഒക്കെ കാണാം. ഈ സംഭവം അറിഞ്ഞെത്തിയ ആളുകളെ കാണാം. ആ ഭാഗം കൃത്യമായി ആ പാറക്കൂട്ടങ്ങൾ, പുഴയ്ക്ക് ഇപ്പുറമുള്ള ആ പാറക്കൂട്ടങ്ങളുടെ ഭാഗത്താണ് അവരൊക്കെ നിൽക്കുന്നത്. അതൊരു നമ്മൾ അന്ന് ഈ ആനയെ പറ്റി പറയുമ്പോൾ പറഞ്ഞിരുന്നു, ഈ വഴിയാണ് ആന മടങ്ങിപ്പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു ആനത്താരയാണ്. അതിനോട് ചേർന്നായിരിക്കണം ഒരു പക്ഷേ ഇവർ വിശ്രമിക്കാനിരുന്നത്, അല്ലേ? അങ്ങനെ വേണം കരുതാൻ ശ്രീജ. കാരണം ഈ ആനത്താരയോട് ചേർന്ന ഈ രീതിയിലൊരു വിശ്രമ സങ്കേതങ്ങൾ വളരെ കാടിനെ അറിയാവുന്ന, മൃഗങ്ങളെ അറിയാവുന്നവർ ചെയ്യുമോ എന്നത് തന്നെ ഒരുപക്ഷെ അവർക്ക് കുറച്ചുകൂടി ഒരു ഉറപ്പുണ്ടാകും. കാരണം അത് വഴിമാറി പോവുക എന്നതടക്കം. പക്ഷേ ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ചില സമയങ്ങൾ അങ്ങനെയാണ്. തീർത്തും ദൗർഭാഗ്യകരമായ ചില സമയങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം തന്നെ സംഭവിച്ചു. പക്ഷേ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ കയ്യിലുള്ള ഈ ധാന്യങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, ഇതിൻ്റെ എല്ലാം തന്നെ ഒരു ഗന്ധം അവരെ ആകർഷിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ആ രീതിയിലേക്ക് ഒരു ആക്രമണം വന്നത് എന്ന് തന്നെയാണ്. കാരണം ഭക്ഷണം തേടി ഇറങ്ങുന്നവർ തന്നെയാണ് അവരും. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യങ്ങളിൽ മുന്നിലേക്ക് ചെന്ന് പെട്ടതാകാം എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ മേഖലയിലെല്ലാം തന്നെ ഈ ആനത്താരകൾ രൂപപ്പെടുന്ന മേഖല അവർ കൃത്യമായ ഒരു വഴിയിലൂടെ വന്ന് ആ വഴിയിലൂടെ തന്നെ കടന്നു പോകുന്നവർ. പ്രതികരണം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക് സംഭവം 7 മണിയായപ്പോഴാണ് സംഭവം. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട് പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ കെട്ടുപോയി. പിന്നെ ഞങ്ങൾ ഞാനിതില് നീന്തി ഓടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും ആ കൊച്ച് ഇതില് നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോണത്. അപ്പൊ ഇവര് 2 ആളും ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടാണ് ഉപദ്രവിച്ചത്. വേറെ ആരൊക്കെ ആൾക്കാര്? ഒന്ന് സതീശൻ, ഈ കിടക്കുന്ന ആള് സതീശൻ, രമ്യയുടെ കെട്ടിയവൻ. പെണ്ണ് ദേ അവിടെ നിൽക്കുന്നുണ്ട്. എന്റെ പെണ്ണ് അവിടെ കിടക്കുന്നുണ്ട്. ആളുടെ പേര് അമ്പിയ. ആളും മരിച്ചു. ഇത് അവിടെ നിന്നുള്ള പ്രദേശവാസിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ആ ഭാഗത്തു നിന്നാണ് അവർ സംസാരിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണിപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് നടന്നിട്ടുള്ളത്. ഇവർ വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇത് കാട്ടാന വരുന്ന ഭാഗമാണ്, സ്ഥിരമായി കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഭാഗമാണ്. പക്ഷേ ഇങ്ങനൊരു കൂട്ടമായി വന്നൊരാക്രമണം നടത്തുമെന്നൊരു ഒരു പക്ഷേ അവർ കരുതി കാണില്ല. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇവർ നേരത്തെ പഞ്ചായത്ത് മെമ്പർ പറയുകയായിരുന്നു, ഒരാന വന്നാൽ എങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകണമെന്നൊക്കെ അറിയുന്നവരാണ് അവർ. പക്ഷേ ഇങ്ങനൊരു കൂട്ടത്തോടെ വരികയും അങ്ങനെ പരിഭ്രാന്തമായ ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനൊരു അപകടം ഉണ്ടാക്കിയത്. സാധാരണ രീതിയിൽ ഇവർ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോഴും ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുന്നതല്ലേ? തീർച്ചയായും ശ്രീജ. കാരണം അവർക്ക് ഒട്ടും അപരിചിതമായ ഒരു സാഹചര്യമൊന്നുമല്ല. കാരണം അവർക്ക് ഇതെല്ലാം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഇതിനെല്ലാം മുഖാമുഖം കണ്ടുകൊണ്ട്, അതിനെ കൃത്യമായി അവർ തരണം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് അവർക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഒരിക്കലും അപരിചിതമല്ല. ഇത് അവർ മുന്നിൽ പെട്ടുപോകുന്നു എന്നത് തന്നെയാണ്. കാരണം ഒരു പറ്റം ആനകൾ അല്ലെങ്കിൽ ഒരു വലിയൊരു കൂട്ടം ഇറങ്ങി വരുമ്പോൾ മറ്റൊന്നും ചെയ്യാനില്ലാത്ത വിധം നിസ്സഹായരാകുന്നു. അത് അങ്ങനെ തന്നെ എത്ര പരിചിതരാണെങ്കിലും അതൊക്കെ തന്നെയാണ് സാധിക്കുള്ളൂ. ഇപ്പോൾ ഇവരുടെ ഈ അപകടം തന്നെ നമ്മൾക്കൊന്ന് എടുത്തു നോക്കിയാൽ മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ ബെന്നി ബെഹനാൻ MP നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബെന്നി ബെഹനാൻ, അത്യന്തം ദുഃഖകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത് അവരുടെ ഉപജീവന മാർഗമാണ് ഈ വനവിഭവങ്ങൾ ശേഖരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് പോകുമ്പോൾ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ അടുത്തടുത്ത ദിവസങ്ങളിൽ 3 പേരുടെ ജീവൻ എന്ന് പറയുമ്പോൾ സ്ഥിതി വളരെ വളരെ ഗൗരവത്തോടെ തന്നെ കാണണ്ടേ? നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വളരെ ദുഃഖകരവും ഗൗരവതരവുമാണ്. ഞാനിപ്പോൾ അതിരപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ അവിടെ ഒരു ആദിവാസി കോളനിയിൽ, ഒരു മലക്കപ്പാറയിൽ ഒരു വ്യക്തി വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി വനത്തിൽ പോയപ്പോൾ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു. ഇത് പിറ്റേ ദിവസമാണ്, ഇന്ന് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ഇന്ന് വീണ്ടും ഇത് ആവർത്തിക്കുന്നു. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ജാഗ്രതയും ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിന്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോ ഇല്ല. നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽപ്പെട്ട ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുക എന്നത്. ഇത് എത്രയോ പ്രാവശ്യം ഇത് നമുക്ക് അനുഭവം ഉണ്ടായിട്ടും
ഇതിനെതിരെ ഒരു പ്രതിരോധം നടത്തുന്നതിനോ അല്ലെങ്കിൽ ഈ നിരന്തരമായി അടുത്തടുത്ത ദിവസം ഉണ്ടായിക്കൊണ്ട് ഇന്നലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും വനം വകുപ്പും അതുപോലെ തന്നെ ഗവൺമെന്റും ഈ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകുകയും ഒന്നില്ലെങ്കിൽ നമുക്കറിയാം, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ, ആദിവാസികളായിട്ട് ജനങ്ങൾ അവരുടെ ജീവിക്കണമെങ്കിൽ വനത്തിൽ പോയി വന വിഭവങ്ങൾ ശേഖരിക്കണം. അതിന് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. ഇതൊന്നുമില്ലാതെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു ഭരണകൂടത്തിനെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? വളരെ ദുഃഖകരമാണ്, ഖേദകരമാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ വളരെ രോഷാകുലരാവും. ഇത് ഒരു ദിവസം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അനുശോചനം രേഖപ്പെടുത്തി ഗവൺമെന്റിന്റെയും അതുപോലെ മന്ത്രിയുമൊക്കെ അവരുടെ ഉത്തരവാദിത്തം അവസാനിപ്പിക്കുന്നതല്ലാതെ ഇതിന് തുടർ നടപടിയില്ല. അവിടെ ഫെൻസിംഗ് ഇടുന്നതിനോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നതിനോ ഒന്നിനും അതിന് പണം മാറ്റിവെക്കുന്നില്ല, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അതിന് ജാഗ്രത കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതെല്ലാം നമുക്ക് വളരെ അപമാനകരവും ദുഃഖകരവുമാണ്. ശ്രീ ബെന്നി ബെഹനാൻ, നമുക്ക് ഏറ്റവും വിഷമമുള്ള ഒരു സമയമാണെങ്കിൽ പോലും ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന 20 വയസ്സുള്ള കുട്ടി മരിച്ച സംഭവത്തിൽ നമുക്ക് പറയാതെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന കാട്ടാനയാണ്. ഇതിപ്പോ കാട്ടിനകത്താണ്. നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പക്ഷെ എന്ത് ചെയ്യും? ഇവരെ അങ്ങനെ ഒരു സൊല്യൂഷൻ കൂടി നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റണ്ടേ? അത് കാടിനകത്ത് സൊല്യൂഷൻ ഉണ്ടല്ലോ. ഒന്ന്, ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന വനവിഭവങ്ങൾ ശേഖരിക്കുക എന്നത് ആ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ അവകാശമാണത്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്, അതിനാണ് അവർക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും അതിനെക്കുറിച്ചിട്ട് നേരത്തെ തന്നെ അവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള എത്രയോ ആധുനിക സൗകര്യങ്ങളുണ്ട്. അത് ഗവൺമെന്റ് പ്രയോജനപ്പെടുത്തണ്ടേ? അത് പ്രയോജനപ്പെടുത്തുന്നില്ല. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? പോകരുത് എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവരുടെ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് സഹായങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കണ്ടേ? ആളുകൾ എന്തിനാ കാട്ടിൽ പോകുന്നത് ടൂറിസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ട്രിപ്പിന് പോകുന്നതല്ല. അവിടെയുള്ള ആളുകൾ പോകുന്ന ഉപജീവനത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പൊ ഉപജീവനത്തിന് വേണ്ടി കാട്ടിൽ പോകുന്ന, വനത്തിലേക്ക് കയറി പോകുന്ന ആളുകളുടെ ഉപജീവന മാർഗം ഇല്ലാതാകുകയാണ് അവർ പോയില്ലെങ്കിൽ. അപ്പൊ സ്വാഭാവികമായും ഗവൺമെന്റ് ഉത്തരവാദിത്തം എന്താ? അവർക്ക് ജീവിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാക്കണം. ഇപ്പോൾ ഈ ചൂട് കൂടുന്ന കാലഘട്ടമാണ്. ചൂട് കൂടുന്ന കാലഘട്ടത്തിലാണ് വന്യമൃഗങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇതെല്ലാം ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ മനസ്സിലാക്കാൻ കഴിയുന്ന സാമാന്യ വിവരത്തിന്റെ പേരിൽ മനസ്സിലാക്കാവുന്നതല്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെ ഓരോ സംഭവങ്ങൾ കഴിയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ചെറിയൊരു നഷ്ടപരിഹാരം കൊടുത്ത് ആ വിഷയം അവസാനിപ്പിക്കുകയാണോ വേണ്ടത്? ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് വേണ്ടേ? ഇതിനെക്കുറിച്ച് നടപടികൾ വേണ്ടേ? ഇതൊന്നും ചെയ്യാത്തതാണ് ഞാൻ വലിയ കുറ്റകരമായ അനാസ്ഥയാണ് ഈ കാണിക്കുന്നത്. ബെന്നി ബെഹനാൻ MP ആണ് സംസാരിച്ചത്. വളരെ നന്ദി ശ്രീ ബെന്നി ബെഹനാൻ സംസാരിച്ചതിന്. അദ്ദേഹം ഇപ്പോൾ അതിരപ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇതാണ്. ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 4 അംഗ സംഘമാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിനിരയായത്. അതിൽ കാട്ടാനക്കൂട്ടം ഇവർ താൽക്കാലികമായി തയ്യാറാക്കിയ ഒരു ഷെഡിൽ ഇവർ വിശ്രമിക്കുകയായിരുന്നു. ആ ഷെഡിന് നേർക്ക് ഈ ആനക്കൂട്ടം പാഞ്ഞടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലാണ് ഒരാൾ അവിടെ ആ ഷെഡിനടുത്താണ് ആളുടെ മൃതദേഹം കണ്ടത്. മറ്റൊരാളുടെ മൃതദേഹം അതിനോട് ചേർന്നുള്ള ഈ പുഴയിലാണ്. അതായത് ആ ഭാഗത്തെ ഒരുപക്ഷെ ഭയന്ന് ഓടിയപ്പോൾ സംഭവിച്ചതാകാം, അറിയില്ല. എന്തായാലും അത് കൂടുതൽ വിശദമായ പരിശോധനയിലാണ് വേണ്ടത്. പക്ഷേ ശ്രീ ബെന്നി ബെഹനാൻ പറഞ്ഞതുപോലെ ഒരു ആനയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ എന്തുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല? അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട മുന്നറിയിപ്പ് കൊടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇവർക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രതിവിധികളൊന്നുമില്ലാതെ ആനയുടെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റ് വന്യജീവികളുടെ മുമ്പിലോ പോയി തീരാൻ വിധിക്കപ്പെട്ടവരായി നമ്മുടെ ഈ വനവാസി വിഭാഗം പെടുന്നത്? അവർക്ക് എന്തുകൊണ്ട് അവർക്കൊരു മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് ഒരു പക്ഷേ അധികൃതർ തന്നെയാണ് മറുപടി പറയേണ്ടത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം എന്നൊന്നും സാധാരണ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ടതായി തോന്നും. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ 2 ദിവസത്തിനിടെ 3 പേരുടെ ജീവനാണ്. അതിന് തൊട്ടു മുൻപ് ഒരാളുടെ ജീവൻ ഭാഗ്യത്തിന് മാത്രം രക്ഷപ്പെട്ട് കിട്ടിയതാണ്. മാർച്ച് വരെയുള്ള ഒരു കാലയളവിൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഈ മേഖലയിൽ തന്നെ വന്യജീവി ആക്രമണം ഉണ്ടാവുന്നത്. 10 വർഷത്തിനിടെ 6 പേർ മുമ്പ് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇതിനൊരു പരിഹാരം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? വീണ്ടും വീണ്ടും മരണങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, അങ്ങോട്ടേക്ക് ജനപ്രതിനിധികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ കാണുന്നത് ഇത് അതിരപ്പള്ളി മേഖലയിൽ നിന്ന് ഈ ഒരുപക്ഷെ വനമേഖലയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ
ഇതിലൊരു പുതുമ തോന്നാത്ത വിധം ഈ വന്യജീവി ആക്രമണങ്ങൾ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പാവം പിടിച്ച ജനങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സംസാരിക്കാനോ സംഘടിതരായി ശബ്ദമുയർത്താനോ ആളുകൾക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കൂടിയായിരിക്കും. കാരണം ബഹളമുണ്ടാകുന്നിടത്ത് നമ്മൾ കാണുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടാവും. പക്ഷേ പലപ്പോഴും ഇവരുടെ കാര്യത്തിൽ ഒരു മറുപടി പോലും ഉണ്ടാകാറില്ല. അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ആശ്വാസ വാക്കുകൾക്കപ്പുറത്തേക്ക് ഒരു പരിഹാരവും ഉണ്ടാകാറില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തായാലും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പം മുൻപ് ന്യൂസ് 18നോട് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ CCFനോട് അടിയന്തരമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവത്തോടെ സർക്കാർ കാണുന്നു എന്നതാണ്. സർക്കാർ ഗൗരവത്തോടെ കണ്ടാൽ മാത്രം പോരാ, അതിന് ഇനി ഇങ്ങനെ ഒരു വാർത്ത പുറത്ത് വരാതിരിക്കാൻ, ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഉള്ള അവസ്ഥ ഉണ്ടാവണം. ഇങ്ങനെ ഒരു മനുഷ്യന് പോലും ജീവൻ നഷ്ടപ്പെടാതിരിക്കണം. അതിനെന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് അറിയേണ്ടത്. സർക്കാരും വനം വകുപ്പും ഒക്കെ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടതും. ഈ വിഷയം തന്നെ വളരെ വിശദമായി ന്യൂസ് 10 ചർച്ച ചെയ്യും. 2 ദിവസത്തിനിടെ 3 വിലപ്പെട്ട ജീവനുകൾ എങ്ങനെയാണ് പൊലിയാനിടയായ സാഹചര്യം, അതിനുള്ള മറുപടികൾ തന്നെ ഉണ്ടാവേണ്ടി വരും.